നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഇവിടെ 3 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൽ ഒരുപാട് വിഷമിക്കുന്ന സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പം ഒരു അകൽച്ചയിലോട്ട് വന്നിട്ടുണ്ടാവുക. രണ്ടുപേരും തമ്മിൽ ഒരു വാക്കുതർക്കോ സംസാരമോ വഴക്കോ ഒക്കെ നടന്നതിന് ശേഷമായിരിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ മനസ്സിന് അത്രയും മുറിവേൽപ്പിച്ചായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളെ പേഴ്സണും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ദേഷ്യത്തിന് പറയുന്ന വാക്കുകളായിരിക്കാം അത് അവരെ മാനസികമായിട്ട് അത്രയും തകർത്ത് കളഞ്ഞതായിട്ടാണ് കാണുന്നത്. അത്രയും പെയിൻഫുൾ ആയിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ അവരൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ അവർ ഇനി അങ്ങോട്ട് ഈ റിലേഷന്റെ കാര്യത്തിൽ ചിന്തിച്ച് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് അവർ റിലേഷൻ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇനി ഈ റിലേഷനിൽ അവരൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും അവർ ആലോചിച്ച് മാത്രമേ ഒരു ഡിസിഷനിലോട്ട് അവർ പോവുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇവിടെ അവർ അത്രയും സഫർ ചെയ്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഈ റിലേഷൻ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഡിസിഷൻ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലോട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് എനർജിയാണ്. സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു എഫേർട്ട് ഇടാൻ ശ്രമിച്ച് മടുത്ത് നിങ്ങളും ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും അത്രയും മാനസികമായിട്ട് തകർന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഈ റിലേഷൻ മതിയായ രീതിയിലാണ് ഇനി ഈ റിലേഷൻ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് ആലോചിച്ച് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളാണെങ്കിലും ഈ റിലേഷൻ ഇനി മുന്നോട്ട് ചൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 5 ഓഫ് കപ്സ് എനർജിയാണ്. ഇങ്ങനെ ഒരു ഇനി ആലോചിച്ച് മതി എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് അവർക്ക് അതിന് പറ്റുന്നില്ല. കാരണം ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കാൻ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടാവുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിലേഷനിലോട്ട് വരാതെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാതെ അവർക്കൊരു സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്ന് പറയുമ്പം അത് അവർക്ക് അത്രയും വിഷമമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അത് അവരെ ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ വേൾഡ് കാർഡാണ്. ഇവിടെ റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ്. ഇപ്പോഴീ നടക്കുന്ന മാനസികമായിട്ടുള്ള അകൽച്ചയും വിഷമങ്ങളും എല്ലാം റിലേഷന്റെ കാര്യത്തിൽ നിന്ന് മാറി വരും. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലോട്ട് ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. രണ്ടുപേരും അവരവരുടെ സ്നേഹം തിരിച്ചറിയുന്നതായിട്ടാണ്. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം നിങ്ങളും തിരിച്ചറിയും, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞ് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്ന അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച്, പോസിറ്റീവ് മാറ്റം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. സയൻസ് എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. റിലേഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ പേര്, അതല്ലെങ്കിൽ അവരുടെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിനെ കാണുക, ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, അങ്ങനെയുള്ള ചേഞ്ചസ് ഈ ഒരു അല്ലെങ്കിൽ സയൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ റിലേഷനിൽ വരുന്ന ചേഞ്ചസിന്റെ സൂചനയാണ് എന്നുള്ളതാണ്.
ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അവരത്രയും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പകൽ പോലും പകൽ സ്വപ്നം കാണാന്ന് പറയുന്ന പോലെ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങളെ ഓർത്ത് എന്നാണ് കാണിക്കുന്നത്. യു ആർ മൈൻ എന്നാണ്. അതായത് അവരുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ അവരുടെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് ഈ റിലേഷനിൽ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഇനി ഇതിലൊരു റീതിങ്കിങ് വേണം, അല്ലെങ്കിൽ ഒന്നും കൂടി ചിന്തിച്ച് മാത്രം ഡിസിഷൻ എടുക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അത്രയും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ആണെന്നുള്ളത് വീണ്ടും വീണ്ടും അവരുടെ മനസ്സ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ കാർഡ് കൂടി നോക്കാം. ഫോർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് ക്ഷമിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. നിങ്ങൾ പേഴ്സൺ ആണെങ്കിലും നിങ്ങളോട് ക്ഷമിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അബണ്ടൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ്, ഒരു മാറ്റം വരുന്നതായിട്ടാണ്. ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങളുടെ റിലേഷനിൽ ഒരു സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ ജെ, ചോതി, ഫെബ്രുവരി, മെയ്, പത്തനംതിട്ട, കണ്ണൂർ, പൂരാടം, മാർച്ച് 1994, ലെറ്റർ ഡബ്ല്യു, അശ്വതി, ആയില്യം 1990, ഒക്ടോബർ, ലെറ്റർ എച്ച്, തിരുവനന്തപുരം 1987, മകീര്യം, ലെറ്റർ ആർ, പൂരം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.